നമസ്കാരം. മാർക്കറ്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ ഒരു തൈ വെക്കുന്നത് പോലെയാണ്. ആരോ പറഞ്ഞ പോലെ ക്ഷമ വേണം, സമയമെടുക്കും. വീട്ടിലെ കാരണവർ പണ്ട് വാങ്ങിയിട്ട ഓഹരികൾ കൊണ്ട് വലിയ നേട്ടം നേടിയവരുടെ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപേ തന്നെ വിപണിയിലെത്തിയ ഒരു കമ്പനിയെ പരിചയപ്പെടുത്താം. ഈ കമ്പനിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കമ്പനിയുടെ സ്ഥാപകൻ ഒരു മുഖ്യമന്ത്രിയാണ്. കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. വെൽക്കം ടു അനദർ സെഷൻ ഓഫ് നോ യുവർ കമ്പനി. പാൽ ഉൽപ്പന്നങ്ങൾ, മൃഗപരിപാലനം, റിന്യൂവബിൾ എനർജി എന്നീ ബിസിനസ്സുകൾ ചെയ്യുന്ന ഹെറിറ്റേജ് ഗ്രൂപ്പിന് കീഴിലുള്ള ഹെറിറ്റേജ് ഫുഡ്സ് എന്ന കമ്പനിയെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. പാൽ ഉൽപ്പന്നങ്ങളുടെ ബിസിനസ്സിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ് ഹെറിറ്റേജ് ഫുഡ്സ്. ആന്ധ്രാപ്രദേശ് മന്ത്രിയും TDP മേധാവിയുമായ ചന്ദ്രബാബു നായിഡുവാണ് ഹെറിറ്റേജ് ഗ്രൂപ്പ് സ്ഥാപിച്ചത്. ഹൈദരാബാദാണ് കമ്പനിയുടെ ആസ്ഥാനം. ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിൽ ഡയറി, റീറ്റെയിൽ, അഗ്രി എന്നീ 3 ബിസിനസ് ഡിവിഷനുകളും, ഹെറിറ്റേജ് ഇൻഫ്രാ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന ഇൻഫ്രാസ്ട്രക്ചർ സബ്സിഡിയറിയും, ഹെറിറ്റേജ് ഫിൻലെറ്റ് ലിമിറ്റഡ്, ഹെറിറ്റേജ് ഇന്റർനാഷണൽ ലിമിറ്റഡ്, ഹെറിറ്റേജ് അഗ്രോ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ മറ്റ് അസോസിയേറ്റ് കമ്പനികളുമുണ്ട്. ചന്ദ്രബാബു നായിഡു ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയാണെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി 932 കോടി രൂപ വരുമെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കമ്പനി 9 സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ സംഭരിക്കുകയും ഹരിയാന, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ 19 സംസ്ഥാനങ്ങളിൽ പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുകയും ചെയ്യുന്നു. 1994 കമ്പനി വിപണിയിലേക്ക് എത്തുന്നത്. IPOയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. 54 മടങ്ങ് അധിക സബ്സ്ക്രിപ്ഷൻ കമ്പനിക്ക് ലഭിച്ചു. നമുക്കിനി കമ്പനിയുടെ ബിസിനസ് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാം. ജൂൺ പാദത്തിൽ കമ്പനിയുടെ സെയിൽസ് കഴിഞ്ഞ 5 പാദങ്ങൾക്കിടയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു. അതായത് സെയിൽസിൽ നിയർ ടേം ട്രെൻഡ് പോസിറ്റീവായി തുടരുന്നു എന്നർത്ഥം. എന്നാൽ ലാഭത്തിൽ അത്ര മികവ് പ്രകടമാക്കിയിട്ടില്ല. FMCG സെഗ്മെന്റിൽ ഉണ്ടായ വെല്ലുവിളികൾ ലാഭത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ടാക്സിന് മുൻപുള്ള ലാഭം 31% കുറവാണ് രേഖപ്പെടുത്തിയത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നല്ല രീതിയിൽ കുറഞ്ഞു. 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിലവ് വർദ്ധിച്ചതാണ് ബിസിനസ്സിൽ ബാധിച്ചത്. ഇത്തവണ ₹2.50 ഡിവിഡൻഡ് നൽകാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പെയ്ത അപ്രതീക്ഷിത മഴയാണ് കണക്കുകളിലെ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നത്. ഇത് താൽക്കാലിക വെല്ലുവിളിയാണ്. ലാഭക്ഷമതയെ ഇത് കാര്യമായി തന്നെ ബാധിച്ചു. എന്നാൽ ജൂണിൽ ആരോഗ്യകരമായ വീണ്ടെടുക്കൽ പ്രകടമാണ്. ഹെറിറ്റേജ് ന്യൂട്രിവെറ്റിൽ 44.4% അധിക ഓഹരികൾ ഏറ്റെടുക്കാൻ ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. പ്രവർത്തന മെച്ചപ്പെടുത്തലുകൾ കാരണം ഹെറിറ്റേജ് ന്യൂട്രിവെറ്റ് വരുമാനത്തിൽ 26% വാർഷിക വർധനയും നികുതിക്ക് മുൻപുള്ള ലാഭത്തിൽ 130% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനവും ഭാവിയിൽ നേട്ടമായേക്കും. റിപ്പോർട്ടുകളിൽ സമ്മർദ്ദം വ്യക്തമാണെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ നിരവധിയുണ്ട്. ക്ഷീര വരുമാനം വർഷം തോറും 9.75% വർദ്ധിച്ച് 1118 കോടിയിലെത്തി. ഫീഡ് വരുമാനം വർഷം തോറും 26.21% വർദ്ധിച്ച് 53.25 കോടി രൂപയായി. പുനരുപയോഗ ഊർജ്ജ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 20% വർദ്ധിച്ച് 2.88 കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വരുമാനം വർഷം തോറും 5.5% വർദ്ധിച്ച് 434 ദശലക്ഷം രൂപയുമായിട്ടുണ്ട്. നെയ്യ്, വെണ്ണ, ഉപഭോക്തൃ പാക്കുകൾ ഉൾപ്പെടെ മൊത്തം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വരുമാനം വർഷത്തിൽ 7.4% വർദ്ധിച്ച് 4540 ദശലക്ഷം രൂപയായി. ഇത് കമ്പനിയുടെ മൊത്തം വരുമാനത്തിന്റെ 40.6%യാണ് സൂചിപ്പിക്കുന്നത്. നിലവിലെ വിപണി മൂല്യം നോക്കുകയാണെങ്കിൽ 4300 കോടി രൂപയാണ്. ഓഹരി വില 473 രൂപ റേഞ്ചിലാണ് തുടരുന്നത്. 52 ആഴ്ചയിലെ ഉയർന്ന നില 659 രൂപയും താഴ്ന്ന നില 352 രൂപയുമാണ്. സ്റ്റോക്കിന്റെ PE 25.9 ആണ്. ബുക്ക് വാല്യൂ 105 രൂപയും. ഡിവിഡൻഡ് 0.51%. ROCE 25.3%-മായി നിലനിൽക്കുന്നുണ്ട്. ROE 20.2%-മായും തുടരുന്നു. ഫേസ് വാല്യൂ 5 രൂപയാണ് എന്നതും കാണാം. കമ്പനിയെ സംബന്ധിച്ച് മറ്റു പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 25% CAGR വളർച്ച ലാഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിവിഡൻഡ് പേ ഔട്ടും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 24.7%-ആണ് ഡിവിഡൻഡ് പേ ഔട്ട്. കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും 15.02 തുടരുന്നത്. പെഗ് റേഷ്യോ 0.35 ആണ് എന്ന് കാണാം. പോയ വർഷം 60% കുതിപ്പാണ് ഓഹരിയിലുണ്ടായത്. ഈ വർഷം ഇതുവരെയായി കാര്യമായ നേട്ടം നൽകിയിട്ടില്ല.
പ്രതിമാസ പ്രകടനം വിലയിരുത്തുമ്പോൾ ജൂണിൽ 22% നേട്ടം നൽകിയിട്ടുണ്ടെന്നും കാണാം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. കമ്പനിയുടെ ഒന്നാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ജൂലൈ 18-ന് ഓഹരിയിൽ 7% കുതിപ്പ് പ്രകടമായി. വിപണി നഷ്ടത്തിൽ തുടർന്നപ്പോഴും ഓഹരിയിലുണ്ടായ കുതിപ്പ് കൊണ്ട് പ്രധാന പ്രൊമോട്ടറായ ഭുവനേശ്വരി നാര 78 കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2025 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ഭുവനേശ്വരി നാരയുടെ പക്കൽ ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡിന്റെ 2,26,11,525 ഓഹരികളാണ് ഉള്ളത്. ഇത് കമ്പനിയിലെ 24.37% ഓഹരി പങ്കാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ കമ്പനിയുടെ മുൻനിര ഓഹരി ഉടമ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ ഭുവനേശ്വരി നാരയാണ്. മൊത്തം 41% പ്രൊമോട്ടർ ഹോൾഡിംഗ്സ്, 6% FIA ഹോൾഡിംഗ്സും 4% DIA ഹോൾഡിംഗ്സും കമ്പനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ കമ്പനിയെ പറ്റി തോന്നുന്നത്? ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും കാണാം.